പ്രോബ്ലത്തെയും പ്രശ്നങ്ങളെയും പേടിക്കുന്നവർ, അതാ കർത്താവ് പറഞ്ഞത്, വീടിനെയും മക്കളെയും ഫ്രണ്ട്സിനെയും സഹോദരങ്ങളെയും കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവൻ എൻ്റെ ക്രൂശ് എടുത്ത് പുറകെ വരരുത്. കാരണം അവരെല്ലാം പണി തരുമെന്ന് കർത്താവിന് അറിയാം. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 17, 18, 11 വായിച്ച. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 17, 18. എന്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും പകയ്ക്കും. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എന്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ഡ്യൂറോഫ്ലെക്സ് മെത്തയിൽ പിടിച്ച് കിടത്തോന്നല്ല, പൂമാല കഴുത്തിയിട്ട് തരുമെന്നല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങി തരുമെന്നല്ല. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഇത് നെഗറ്റീവാണ്. ഇത് മാത്രം, അയ്യോ പകയ്ക്കും, അയ്യോ പകയ്ക്കും, അയ്യോ പകയ്ക്കും, ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ ദൈവവേല ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള വചനം വായിക്കണം. വായിച്ചേ 18. നിങ്ങളുടെ തലയിലെ രോമം പോലും, നിന്റെ തലയിലെ രോമം പോലും 101 കയർ വെച്ച് നിനക്കെതിരെ മന്ത്രവാദം ചെയ്താലും, ആരൊക്കെ നിനക്കെതിരെ എഴുന്നേറ്റാലും, 1000, 10,000 നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, യേശു പറയുന്നു നിന്റെ തലയിലെ പോരപ്പ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കേൾക്കുമ്പോ തുള്ളിച്ചാടി ആരാധിക്കുന്ന, കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ട് ആരൊക്കെ എന്നെ പണിതാലും, ഏത് രാഷ്ട്രീയം എനിക്കെതിരെ എഴുന്നേറ്റാലും, ഏത് അധികാരം എനിക്കെതിരെ എഴുന്നേറ്റാലും, ആരൊക്കെ എനിക്കെതിരെ നിന്നാലും, എന്റെ തലയിലെ രോമം അത് കിടക്കട്ടെ. നമ്മളെ ശരീരത്തെ കത്തിച്ചാൽ ഏറ്റവും ഫസ്റ്റ് കരിഞ്ഞു വന്ന സാധനം എന്താ? നമ്മളെ കത്തിച്ചാൽ ഏറ്റവും ഫസ്റ്റിൽ കരിഞ്ഞു വന്ന സാധനം ഏതാ? അപ്പൊ അതാണോ ബോഡിയിലെ ഏറ്റവും ബലഹീനം? ശരീരത്തിലെ ഏറ്റവും ബലഹീനമായ വസ്തു ഏതാ? മുടി. അതുപോലും ദൈവം മുള്ളുവേലി കെട്ടി കാവലാക്കി വെച്ചിട്ടുണ്ടെന്ന്. ആരാ നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ, ഒരുത്തനും നിന്റെ തലയിലെ രോമത്തെ പിടുങ്ങിയെടുക്കുവാൻ, നിന്റെ രോമത്തെ പിഴുതെടുക്കുവാൻ കഴിയത്തില്ല. യു ആർ യൂണിക്, യു ആർ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ സംതിങ് സ്പെഷ്യൽ. ഹേ ശത്രുവേ, എന്റെ തലയിലെ രോമത്തെ തൊടുവാൻ, എന്റെ തലമുടിയെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. വചനം പറയുന്നു നിന്റെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്നോണ്ട് ഏലിയാവ്, മതി, ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇറച്ചി തീർന്നു. എനിക്ക് ചുറ്റിലും ക്ഷാമം, ചുറ്റിലും ദാരിദ്ര്യം. ആ സമയത്ത് ഏലിയാവ് കഴിച്ചത് കൊട്ടാരത്തിലെ തന്തൂരി ചിക്കൻ. ചിലരെ മനസ്സിൽ ചിന്തിക്കുകയാണ്, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഭർത്താവിനെ വീട്ടിൽ തന്തൂരി ചിക്കൻ വാങ്ങിപ്പിക്കും. എന്ത് കഴിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാ പ്രോഫറ്റ് തന്തൂരി ചിക്കൻ്റെ കാര്യം പറഞ്ഞ്. ഗ്ലോറി, കൺഫർമേഷനായി. എന്ന് കുഴിമന്തിയും തന്തൂരി അല്ലേ? കരമേർത്തിയത് ശ്രദ്ധിച്ചേ. കൊട്ടാരത്തിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന, എവിടെ ദാരിദ്ര്യം, എവിടെ എല്ലായിടവും ദാരിദ്ര്യം. അപ്പോഴും തൻ്റെ അഭിഷിക്തൻ കഴിച്ചത് കൊട്ടാരത്തിലെ ഫുഡാണ്. നിങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു, പ്രതികരിച്ച ഹല്ലേലൂയൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ശക്തിയാണ്. നിന്റെ ചുറ്റിലും ആരൊക്കെ കഷ്ടത അനുഭവിച്ചാലും 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് നിനക്ക് തന്ന് നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ
അഭിഷേകത്തോടെ കരങ്ങളെ അടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ ദാരിദ്ര്യമുണ്ടെങ്കിലും, ഏതൊക്കെ ചുറ്റുപാട് ദാരിദ്ര്യം ഉണ്ടെങ്കിലും, എന്നെയും എന്റെ തലമുറയെയും രാജകീയ ഭോജനം തന്ന് പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ, എന്നെ പോറ്റുന്നൊരു ദൈവമുണ്ട്. കൊട്ടാരത്തിലെ ഇറച്ചിയും അപ്പവും വെള്ളവും എല്ലാം തീർന്നു. കർത്താവ് ഇറങ്ങി വന്നു. ഏലി അവനെ തട്ടി, മോനെ, ഒരു സ്റ്റെപ്പ് പോലും നിനക്ക് വയ്ക്കാൻ വയ്യെങ്കിൽ നിനക്കൊരു 40 രാവും 40 പകലും ഒരു നോൺ സ്റ്റോപ്പ് ട്രാവലിംഗ് ഉണ്ട്. ഒരിടത്ത് പോലും നിൽക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ഞാൻ നിന്നെ ഓടിക്കാൻ പോകുന്നു. അവനെ വിളിക്കരുത് കേട്ടോ, ശുശ്രൂഷയ്ക്ക് വിളിക്കരുത്. അവൻ കള്ളപ്രവാചകനാണ്, അവൻ കൊള്ളത്തില്ല, അവൻ ശരിയല്ലെന്നൊക്കെ പറയുമ്പോൾ, നിന്റെ വാതിൽ ഓരോന്നായി കൊട്ടി അടയ്ക്കുമ്പോൾ, ആമേൻ, നിന്റെ വാതിൽ കൊട്ടി അടയ്ക്കുന്നവനെ നീ നോക്കണ്ട. ഒരു നാഷണൽ ഹൈവേ തുറന്നിട്ടുകൊണ്ട് കർത്താവ് പറയുന്നു, നിനക്ക് റെസ്റ്റ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരിടത്ത് പോലും സ്റ്റോപ്പ് ഇല്ലാത്ത രീതിയിൽ ഒരു നോൺ സ്റ്റോപ്പ് ട്രാവലിംഗ്. കരങ്ങളെ അടിച്ചു പറ, ഇന്ന് പകല് നിന്റെ ബ്രേക്ക് ഡൗണിന് ദൈവം മാറ്റാൻ പോവുക. നിന്റെ സകല ബ്രേക്ക് ഡൗണിനെയും ദൈവം മാറ്റി ഒരു നോൺ സ്റ്റോപ്പ് ട്രാവലിംഗിന് സ്പീഡ് കൂടാൻ പോവാ. ശക്തിയോടെ, ശക്തിയോടെ നിന്റെ വരുമാനത്തിന്റെ, നിന്റെ ജോലിയുടെ, നിന്റെ സ്പിരിച്വാലിറ്റിയുടെ, നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ ബിസിനസിന്റെ, നിന്റെ ഉയർച്ചയുടെ സ്പീഡ് വർദ്ധിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഈ പകല് ദൂത് പറയുന്നു.